ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ വീട് വാങ്ങുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇങ്ങനെ നമ്മളൊരു പ്രോജക്റ്റിൽ ഒരു വീട് സ്വന്തമാക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിലുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമതായി, നമ്മുടെ ആവശ്യാനുസരണം കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് റെഡി ടു ഒക്യുപ്പൈ ആയിട്ടുള്ളതോ ഓൺഗോയിങ് സ്റ്റേജിലുള്ളതോ അല്ലെങ്കിൽ ലോഞ്ചിങ്ങിലുള്ളതോ ആയ പ്രൊജക്റ്റുകളിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോഞ്ച് ടൈമിൽ ഒരു പ്രൊജക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് റെഡി ടു ഒക്യുപ്പൈ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിനേക്കാൾ ഏകദേശം ഒരു 20-25% കുറവായിരിക്കും. അതായത് നമ്മൾ ഈ പ്രൊജക്റ്റ് തീരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഒരു 20-25% അപ്രിസിയേഷൻ ഉണ്ടായിക്കാണും. നമുക്ക് സാവകാശം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ പോകുന്നതാണ് നല്ലത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ബിൽഡർമാരുടെയും പ്രൊജക്റ്റുകൾ ഓൾറെഡി ബാങ്കുകളൊക്കെ അപ്രൂവ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ബാങ്ക് ലോണിൻ്റെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ക്രെഡൻഷ്യൽസ് മാത്രം കൊടുത്ത് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആവും. റെറ അപ്രൂവ്ഡ് അല്ലെങ്കിൽ റെറ രജിസ്റ്റേർഡ് പ്രൊജക്റ്റുകൾ ആണെങ്കിൽ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഡെവലപ്പറുടെ ട്രാക്ക് റെക്കോർഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ. അത് നമ്മളൊരു സിവിൽ എഞ്ചിനീയറുടെയോ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടിൻ്റെയോ സഹായത്തോടു കൂടി അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കോമൺ അമ്യൂണിറ്റീസ് കൃത്യമായി മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം ബിൽഡർ അവിടെ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഒരു ഹൗസിംഗ് കോംപ്ലക്സ് ആവുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സെക്യൂരിറ്റി, കോമൺ അമ്യൂണിറ്റീസ്, അതുപോലെ കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റേതായ കുറേ അഡ്വാൻറ്റേജസ്, നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക്സ്, ഇതെല്ലാം നമുക്കൊരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു വീട് വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു 3 മുതൽ 6 മാസത്തിനുള്ളിൽ നമ്മളൊരു പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യമായ വിലവർധനവിനെ അവിടെ നേരിടേണ്ടി വന്നേക്കാം. പ്രധാനമായും നമ്മുടെ ബജറ്റ്, ലൊക്കേഷൻ, പ്രോപ്പർട്ടിയുടെ അപ്രിസിയേഷൻ എന്നീ 3 കാര്യങ്ങളും കൂടി ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാനായിട്ട് കൂടുതൽ കാത്തിരിക്കരുത്. ഉടനെ ഒരു തീരുമാനം എടുക്കുക, വാങ്ങുക.